നമ്മൾ വെറുതെ മസിൽ പിടിച്ച് പിള്ളേരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വളർത്തിയിട്ട് എന്താ കാര്യമുള്ളത്? വേറൊരാളുടെ മുഖത്ത് നോക്കി മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനാ ആദ്യം പഠിപ്പിക്കണ്ടേ. നിരവധി വർഷങ്ങളായി മലയാള സിനിമയിൽ അസോസിയേറ്റായി വർക്ക് ചെയ്തിരുന്ന അജിത് വി തോമസ് സംവിധാനം ചെയ്തിരിക്കുന്ന സന്തോഷം തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ടീസറും ട്രെയിലറും നൽകിയ സൂചനകൾ പോലെ തന്നെ ഒരു മുഴുനീള കുടുംബ ചിത്രമാണ് സന്തോഷം. നിരവധി കുടുംബ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത്രയധികം പരാമർശിക്കപ്പെടാത്ത ഒരു കഥാപശ്ചാത്തലത്തിൽ കൂടിയാണ് സന്തോഷം എന്ന സിനിമ കടന്നു പോകുന്നത്. ഒരു വീട്ടിലെ ചേച്ചി അനിയത്തി ബന്ധത്തിലെ നർമ്മവും ഊഷ്മളതയും ഇമോഷനുമെല്ലാം നിറച്ചുള്ള കഥാതന്തു ഒരേ സമയം സന്തോഷവും നർമ്മവും സന്തോഷത്തിനിടയിലൂടെ പ്രേക്ഷകരുടെ കണ്ണ് നിറച്ച് ഒരൽപ്പം സങ്കടവും നൽകി വളരെ മികച്ച രീതിയിൽ കടന്നു പോകുന്ന സുന്ദരമായിട്ടുള്ള ഒരു കുടുംബചിത്രമാണ്. ഒരു അച്ഛനും അമ്മയും അവരുടെ 2 പെൺമക്കളും അമ്മൂമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ കഥയാണ് സന്തോഷത്തിൽ പറയുന്നത്. അവരുടെ വീടിന്റെ പേര് തന്നെ സന്തോഷം എന്നാണ്. അച്ഛനും അമ്മയുമായി അഭിനയിച്ചിരിക്കുന്നത് കലാഭവൻ ഷാജോണും ആശ അരവിന്ദുമാണ്. വീട്ടിലെ മുതിർന്ന കുട്ടിയായി ആദ്യ എന്ന കഥാപാത്രമായി അനു സിതാരിയും ഇളയ മകളായ അക്ഷരയായി ബേബി ലക്ഷ്മി എന്ന ലച്ചു ലക്ഷ്മിയുമാണ് വേഷമിട്ടിരിക്കുന്നത്. അമ്മൂമ്മയായ ലീലാമച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മല്ലിക സുകുമാരനാണ്. ആദ്യയുടെ കുഞ്ഞനിയതിയായ അക്ഷരയുടെ ചിന്തകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെയാണ് കഥ സഞ്ചരിക്കുന്നത്. ബേബി ലക്ഷ്മി തന്റെ കഥാപാത്രത്തെ വളരെ ഭംഗിയായി തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലെ ഇളയ കുട്ടിയുടേതായ പരിഭവങ്ങളും വാശിയും എന്നാൽ പ്രായത്തിൽ കവിഞ്ഞ അറിവോടെയുള്ള സംസാര രീതിയുമൊക്കെ പ്രേക്ഷകർ കണ്ടിരുന്നു പോകും. മലയാള സിനിമയ്ക്ക് ഒരു മികച്ച ബാലനടിയെ കൂടിയാണ് ബേബി ലക്ഷ്മിയിലൂടെ ലഭിച്ചിരിക്കുന്നത്. അത്ര തന്മയത്വത്തോടുകൂടി തന്നെയാണ് ബേബി ലക്ഷ്മിയുടെ പെർഫോമൻസ് സന്തോഷം എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. തന്നെക്കാൾ നന്നേ മുതിർന്ന ആദ്യ തന്റെ വേഷവിധാനത്തിലും പഠിത്തത്തിലും ഭക്ഷണക്രമത്തിലുമൊക്കെ ഇടപെടുന്നത് അക്ഷരയ്ക്ക് ഇഷ്ടപ്പെടാതെ വരുന്നിടത്ത് സിനിമ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. അവൾ വീട്ടിൽ അസ്വസ്ഥയാവുന്നു. തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു. അതേസമയം ചേച്ചി ഒരു പ്രേമത്തിൽ വീണാൽ ഒരുപക്ഷെ തനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചേക്കുമെന്ന് കരുതിയ അക്ഷരയുടെ അടുത്തേക്ക് ഗിരീഷ് എന്ന ചെറുപ്പക്കാരൻ എത്തുന്നു. അക്ഷരയിലൂടെ ആദ്യയെ പരിചയപ്പെട്ട് തന്നെ പ്രണയം പറയുക എന്ന ഉദ്ദേശത്തോടുകൂടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഗിരീഷ് എന്ന കഥാപാത്രത്തെ അമിത് ചക്കാലക്കൻ എന്ന നടൻ വളരെ മികച്ച രീതിയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗിരീഷിനെ സഹായിക്കാൻ അക്ഷരയും കൂട്ടുകാരും തയ്യാറാകുന്നു. പ്രേമം പുരോഗമിക്കുന്നതിനിടയിൽ ആദ്യ അക്ഷരയെ ശ്രദ്ധിക്കാതെയാകുന്നു. അക്ഷര താൻ ആഗ്രഹിച്ച് നടന്ന സ്വാതന്ത്ര്യം ലഭിച്ചതിൽ സന്തോഷവതിയാകുന്നുണ്ടെങ്കിലും പതിയെ തന്റെ ചേച്ചിയെ അവൾ മിസ് ചെയ്യുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സന്തോഷം എന്ന സിനിമയുടെ കഥാഗതിയെ മാറ്റിമറിക്കുന്നത്. നവാഗതനായ അജിത് വി തോമസ് സംവിധാനം നിർവഹിച്ചിരിക്കുന്ന സന്തോഷം എല്ലാ കുടുംബ പ്രേക്ഷകർക്കും ഒരേപോലെ തന്നെ കണ്ടാസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയിലെ നർമ്മം നിറഞ്ഞ രംഗങ്ങളാണെങ്കിലും ഇമോഷണൽ രംഗങ്ങളാണെങ്കിലും ഓരോ കഥാപാത്രങ്ങളുടെ സംഭാഷണമാണെങ്കിലും നമ്മുടെ എല്ലാം വീട്ടകങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഒരേ സമയം എന്റർടൈനറായും അതേസമയം തന്നെ ഒരു മികച്ച ഇമോഷണൽ ഫാമിലി സ്റ്റോറിയുമായിട്ടുമാണ് അജിത് വി തോമസ് സന്തോഷം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത്. കലാഭവൻ ഷാജോൺ, അനു സിതാര, ലച്ചു ലക്ഷ്മി, അമിത് ചക്കാലക്കൽ, മല്ലിക സുകുമാരൻ തുടങ്ങിയവരുടെ പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ചിത്രത്തിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും എല്ലാം എബോവ് ആവറേജ് ഗണത്തിൽ പെടുത്താവുന്നത് തന്നെയാണ്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് PS ജയഹരിയാണ്. അതുപോലെ തന്നെ ചിത്രത്തിലെ ഓരോ നടീനടന്മാരുടെ പെർഫോമൻസുകൾക്കൊപ്പം തന്നെ ചിത്രത്തിന്റെ ടെക്നിക്കൽ സൈഡും മികച്ചതാക്കാൻ അജിത് വി തോമസ് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. മിസൻ സീൻ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഇഷ പട്ടാലിയും സംവിധായകൻ അജിത് വി തോമസും ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. വലിയ ട്വിസ്റ്റുകളോ സസ്പെൻസുകളോ ഒന്നുമില്ലാതെ വളരെ പ്ലെയിൻ ആയി തന്നെ കഥ പറഞ്ഞു പോകുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ചിത്രമാണ് സന്തോഷം. കുടുംബ പ്രേക്ഷകർക്കും യൂത്തിനും മനസ്സ് നിറഞ്ഞ് തിയേറ്ററിൽ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്ന ഒരു കൊച്ചു ചിത്രമാണ് സന്തോഷം. തൊട്ടടുത്ത തിയേറ്ററുകളിൽ കണ്ടാസ്വദിക്കുക.